വിശ്വാസികളുടെ മനസ്സിൽ എന്നും ആത്മീയതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമാണ് ശബരിമല. എന്നാൽ ആ പുണ്യഭൂമിയെ പോലും ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവതരിപ്പിക്കുന്ന പ്രിവിലേജ് കാർഡുകൾ ഭക്തരെ ദർശനത്തിന്റെ പേരിൽ തരംതിരിക്കുന്ന വിശ്വാസത്തെ വിലപേശുന്ന ഒരു നാണം കെട്ട നീക്കമാണ്. 1 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ സംഭാവന ചെയ്യുന്നവർക്ക് VIP പരിഗണനയും പ്രത്യേക സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് തികച്ചും പരിഹാസ്യമാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ തർക്കങ്ങൾ പോലെ ഇവിടെ ഭക്തർ സമ്പന്നതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെടുന്നു. പണം കൊടുക്കാൻ കഴിവുള്ളവർക്ക് വേഗത്തിൽ ദർശനം, സൗജന്യ താമസം, പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ. സാധാരണക്കാരായ ഭക്തർക്കാകട്ടെ കല്ലും മുള്ളും കാലക്കും എത്താ എന്ന അവസ്ഥ. ഇത് വിശ്വാസികളെ വിഭജിക്കുന്നതിനും ആത്മീയതയെ സാമ്പത്തിക ഇടപാടിനായി മാറ്റുന്നതിനും മാത്രമേ ഉപകരിക്കൂ. ഈ പദ്ധതിയിലൂടെ പിന്നിലുള്ള രാഷ്ട്രീയം വ്യക്തമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ഒരു മതേതര സർക്കാരിന് ചേരാത്ത നിലപാടുകളാണ് എടുക്കുന്നത്. ശബരിമലയുടെ വരുമാനം ഹൈക്കോടതിയുടെ പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞ് ഈ പണം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന മനോഭാവം ജനാധിപത്യത്തിനും സുതാര്യതയ്ക്കുമെതിരാണ്. ഇത് വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ വഞ്ചിക്കുന്ന നടപടിയാണ്. കോടികൾ സംഭാവനയായി വാങ്ങി വികസനത്തിന്റെ പേരിൽ ഇഷ്ടം പോലെ പണം ചെലവഴിച്ച് അഴിമതിക്കുള്ള വാതിലുകൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അയ്യപ്പ സംഗമം എന്നത് ആഗോളതലത്തിൽ ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. എന്നാൽ അതിനുപയോഗിക്കുന്ന രീതി തികഞ്ഞ ചൂഷണമാണ്. വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന സംഘടനകളെയും പ്രമുഖരെയും ഈ ഓഫർ മഴ കാണിച്ച് പ്രലോഭിപ്പിക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നത്. ഇത് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഒരു പണപ്പിരിവ് മാത്രമായി മാറുന്നു. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് പകരം പണത്തിന്റെ ആഴങ്ങളിൽ ഊളിയിടുകയാണ് ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശബരിമലയുടെ കാര്യത്തിൽ നടക്കുന്ന പല നീക്കങ്ങളും സംശയാസ്പദമാണ്. ഇത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യവുമാണ്. ആചാര സംരക്ഷണത്തെക്കുറിച്ച് വാചാലരാവുകയും അതേസമയം തന്നെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. ഈ നീക്കം ഭക്തരുടെ മനസ്സിൽ ശബരിമലയോടുള്ള ബഹുമാനത്തെയും വിശ്വാസത്തെയും ബാധിക്കും. സാധാരണക്കാരായ ഭക്തർക്ക് ശബരിമലയിൽ അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടതായി തോന്നാം. ഈ പുണ്യസ്ഥലത്തെ ഒരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റുന്നത് വിശ്വാസ സമൂഹത്തിന് വലിയ നാണക്കേടാണ്. ഈ പ്രിവിലേജ് കാർഡ് പദ്ധതി ഉടൻ പിൻവലിക്കണം. ശബരിമലയെ അതിന്റെ ആത്മീയ പരിശുദ്ധിയിൽ നിലനിർത്താൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അല്ലാതെ പണക്കൊഴുപ്പിന്റെ പേരിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കച്ചവട താല്പര്യങ്ങൾക്കെതിരെ ഭക്തസമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശബരിമലയുടെ വിശുദ്ധി എന്നേക്കുമായി നഷ്ടപ്പെടും.